നമ്മൾ ഈ ലാ ഇസ്ലായിലേക്ക് കയറി ചെല്ലുന്നത് മറ്റൊരു പട്ടണത്തിനകത്തേക്ക് കയറി ചെല്ലുന്ന പോലെയാണ്. പട്ടണത്തിനൊരു നഗര കവാടം ഉണ്ടാവും. ഇത് കടന്നങ്ങ് ചെന്ന് കഴിഞ്ഞാൽ തെരുവുകൾ തുടങ്ങുകയാണ്. തെരുവുകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹര സ്വപ്നത്തിലുള്ള പോലത്തെ ഒരു തെരുവ്. ഈ തെരുവ് മനോഹരമായ ടൈലുകൾ വിരിച്ച, കെട്ടിടത്തിനകത്തേക്കാൾ സുന്ദരമായ ടൈലുകൾ വിരിച്ച തെരുവുകൾ. ഈ തെരുവിൻ്റെ മുകളിൽ ചില പ്രത്യേക ക്യാൻവാസ് കൊണ്ടുള്ള ചില റൂഫിംഗ് ഒക്കെ ചില ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ സാധാരണ ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന പോലെ നടക്കുക. ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് വശങ്ങളിലും പല പല സ്ഥാപനങ്ങൾ, ഫാഷൻ വസ്ത്രങ്ങളുടേത്, അല്ലെങ്കിൽ ആഭരണങ്ങളുടേത്, അല്ലെങ്കിൽ പെർഫ്യൂമിൻ്റേത്, ബാഗുകൾ, ലെതറിൻ്റെ ഏറ്റവും വില കൂടിയ ബാഗുകൾ. കാരണം ലോകത്തിലെ ഏറ്റവും സമ്പന്നരെ അവധി ആഘോഷിക്കാൻ പറ്റുന്ന സ്ഥലമാണല്ലോ. അവർക്ക് വേണ്ട നിരവധിയായ ഉൽപ്പന്നങ്ങളുടെ ഷോപ്പുകൾ ഇങ്ങനെ കടന്നു പോകുന്നു. വേറൊരു സൈഡിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ രണ്ട് സൈഡിലേക്ക് തന്നെ നമ്മൾ സ്ട്രീറ്റുകൾ നടക്കും. ഒരു പട്ടണത്തിനകമാണ്. ഈ മാൾ മുഴുവൻ ഒരു ചെറിയ പട്ടണമാണ്. ഒരു ഷോപ്പിംഗ് വില്ലേജ് എന്നാണ് ഇവരെന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ഒരു നാൽക്കവലയിലേക്ക് എത്തുന്നു. നാൽക്കവലയിൽ ഒരു ഫൗണ്ടർ ഉണ്ടാവും. അതിന് ചുറ്റും ഇരിക്കാൻ കുറച്ച് ചുറ്റോട് ചുറ്റും കുറേ ബെഞ്ചുകളുണ്ടാവും. അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളുകളുണ്ടാവും. അവരുടെ കുട്ടികൾ കളിക്കുന്നുണ്ടാവും. അതിൻ്റെ അപ്പുറത്ത് മുഴുവൻ കുറേ റെസ്റ്റോറൻറ്റുകളായിരിക്കും. നമ്മൾ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു ഫുഡ് സ്ട്രീറ്റിലേക്ക് ചെന്ന പോലെ ആയിരിക്കും ഫുഡ് സ്ട്രീറ്റ്.